അടുത്ത ടോപ്പിക്ക് ടെസ്റ്റിംഗ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ഓഫ് എ ഷെഡ്യൂളേഴ്സ്. ഇത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റിയിൽ. നമുക്ക് എങ്ങനെയാണ് തരുന്ന ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അതൊരു ഷെഡ്യൂൾ 1 ഇക്വലൻ്റ് ആണ്, ഷെഡ്യൂൾ 3 ഇക്വലൻ്റ് ആണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സാമ്പിളിൽ നമ്മളൊരു ഷെഡ്യൂളിംഗ് 1 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ അറിയാവുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് ഏത് ഷെഡ്യൂളിന് ഇക്വലൻ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ആക്ച്വലി സ്വാപ്പിംഗ് എന്നുള്ള രീതിയിലല്ല. നമ്മൾ ഈ തരുന്ന ഷെഡ്യൂളിങ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ പ്രിസീഡൻസ് ഗ്രാഫ് വരയ്ക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷെഡ്യൂളിങ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അത് എക്സാമ്പിളും യൂണിവേഴ്സിറ്റി ചോദിച്ച അതേ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതാണ്ട് എങ്ങനെയാണ് പ്രിസിഡൻസ് ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്ന ഷെഡ്യൂളിൽ എത്ര ട്രാൻസാക്ഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ആ ഓരോ ട്രാൻസാക്ഷനും ഒരു നോഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ദാണ്ട് ഇവിടെ ഒരു ഷെഡ്യൂളിൽ നമുക്ക് 2 ട്രാൻസാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് 2 നോഡ്സ് വരയ്ക്കും. ദെൻ ഇനി ഇവർ തമ്മിൽ എപ്പോഴൊക്കെയാണ് ഈ നോഡ് ഉണ്ടാവുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു എഡ്ജ്. ഓക്കെ, എപ്പോഴൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ഇപ്പം ഈ ട്രാൻസാക്ഷൻ TI എന്നും TJ എന്നും കൺസിഡർ ചെയ്യുക. അപ്പം ആദ്യത്തെ കേസ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. അതായത് TIയിൽ റൈറ്റ് ചെയ്ത ഒരു ഡേറ്റ ഐറ്റത്തിനെ TJ റീഡ് ചെയ്യുവാണെങ്കിൽ അതേ ഡേറ്റ എന്താണെന്ന് നോക്കിയേ. TJ executes a read of X after TI executes a write of X. അതായത് TIയിൽ നടന്നൊരു റൈറ്റ് വാല്യൂ ഇനി ഇവിടെ റീഡ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ തമ്മിലൊരു എഡ്ജ് ക്രിയേറ്റ് ചെയ്താൽ നോക്കിയേ. T1ൽ റൈറ്റ് ചെയ്ത ഒരു വാല്യൂവിനെ ഇവിടെ റീഡ് ചെയ്യുവാണെങ്കിൽ ഇവർ തമ്മിലൊരു എഡ്ജ് ഫോം ചെയ്യും. അതുപോലെ തേർഡ് കേസ് എന്ന് പറയുന്നത് തിരിച്ച്, ദാറ്റ് ഈസ് ഇവിടെ റൈറ്റ് ചെയ്ത വാല്യൂവിനെ ഇവിടെ റീഡ് ചെയ്താലും ഇവർ തമ്മിൽ എഡ്ജ് ഉണ്ടാവും. മനസ്സിലായോ? അതാണ്ട് ഇവിടെ റൈറ്റ് ചെയ്ത വാല്യൂവിനെ ഇങ്ങോട്ട് റീഡ് ചെയ്താലും ഇവർ തമ്മിലൊരു എഡ്ജ് ഫോം ചെയ്യും. ഈ എഡ്ജിൻ്റെ ഇടയ്ക്ക് എഴുതിയിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് ഏത് ഡേറ്റ ഐറ്റത്തിനാണ് ഇവർ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ആ ഡേറ്റ ഐറ്റത്തിനാണ് നമ്മളിവിടെ എഴുതുന്നത് പ്രിസിഡൻസ് ഗ്രാഫിൽ ഓരോ എഡ്ജിലും. ദെൻ നാലാമത്തെ കേസ് എന്ന് വെച്ചാൽ രണ്ടിനകത്ത് ദാറ്റ് ഈസ് ഇവിടെ റൈറ്റ് ചെയ്ത വാല്യൂവിനെ വീണ്ടും ഇവിടെ റൈറ്റ് ചെയ്താലും ഇവർ തമ്മിൽ എഡ്ജ് ഉണ്ടാവും. അപ്പോൾ നോക്കിയാൽ മതി, 2 റീഡ് അല്ലാത്ത ബാക്കി എല്ലാ ഓപ്ഷൻസും നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരിടത്ത് റീഡ് ചെയ്ത് ഇവിടെ റൈറ്റ് ചെയ്താലോ, ഒരിടത്ത് റൈറ്റ് ചെയ്ത് തന്നെ ഇവിടെ റീഡ് ചെയ്താലോ, ഒരിടത്ത് റൈറ്റ് ചെയ്ത് തന്നെ വീണ്ടും റൈറ്റ് ചെയ്താലോ നമുക്ക് 2 നോട്ട്സും തമ്മിൽ എഡ്ജ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്ത് കിട്ടുന്ന ഒരു ഗ്രാഫിനകത്ത് വേണ്ട ഒരു ഗ്രാഫാണിത്, ഒരു എക്സാമ്പിളാണ്. ഇതൊരു ഗ്രാഫ് ഇങ്ങനെ എഡ്ജസ് തമ്മിൽ വരച്ച് വരുമ്പോൾ ഇതിനകത്തൊരു സൈക്കിൾ ഫോം, ദാറ്റ് ഈസ് T1 to T2 ഒരു എഡ്ജ് ഉണ്ട്, T2 to T1, സോ ഇറ്റ്സ് ഫോം എ സൈക്കിൾ. സോ അങ്ങനെ ഒരു സൈക്കിൾ ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിരിക്കും. നോ സൈക്കിൾ എന്നാണ്, നോ സൈക്കിൾ. The schedule S is serializable. It is conflict serializable if and only if the precedence graph has no cycles. വരച്ച് വരുന്ന precedence ഗ്രാഫിന് സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ തന്ന ഷെഡ്യൂളിംഗ് ഒരു കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എപ്പോഴൊക്കെയാണ് നമുക്ക് തന്ന ഷെഡ്യൂളിന് കറസ്പോണ്ടിങ് പ്രിസിഡൻസ് ഗ്രാഫ്സ് നമുക്ക് വരച്ച് നോക്കാം. അപ്പം ആദ്യത്തെ ഒരു ഷെഡ്യൂളിംഗ് T1 T2, സോ 2 നോഡ് വരച്ചു. ഇവിടെ നോക്കിയേ, ഇവിടെ റീഡ് എക്സ്, ഇവിടെ നിന്ന് റൈറ്റ് ചെയ്തതിന് ഞാനിവിടെ റീഡ് നോക്കണ്ട, ഇവിടെ റൈറ്റ് ചെയ്തതിന് ഇവിടെ റീഡ് ചെയ്തു. സോ ഇവിടെ നമ്മൾ എവിടേക്ക് ഒരു എഡ്ജ് വരും, എക്സ് തന്നെയാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി, ഇവിടെ റൈറ്റ് ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഇവിടെ റൈറ്റ് ചെയ്തതിന് വീണ്ടും ഇവിടെയും റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എഡ്ജ് വരാം, പക്ഷേ എല്ലാം സെയിം തന്നെ ഒരു എഡ്ജ് തന്നെ വരത്തുള്ളൂ, വീണ്ടും ഇതിനകത്ത് വരയ്ക്കാൻ പറ്റില്ലല്ലോ, സെയിം എഡ്ജ് തന്നെ വരും. ഇനി വേറെ ഷെഡ്യൂളും തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് നോക്കാം. അതുകൊണ്ട് റീഡ് എക്സ് റൈറ്റ് എക്സ് അതിന് ഇവിടെ റീഡ് എക്സ് നോക്കിയപ്പോൾ ഇവിടെ റൈറ്റ് ചെയ്തതിനെ ഇങ്ങോട്ട് റീഡ് ചെയ്തു, വിച്ച് മീൻസ് വീണ്ടും T2ൽ നിന്നും T1ലോട്ട് ഗെറ്റ് എൻ എഡ്ജ് വിത്ത് എ കോമൺ ഡേറ്റ ഐറ്റം എക്സ്. ഇവിടെ റൈറ്റ് ടു റൈറ്റ് T2 T1 അത്രയേ ഉള്ളൂ, സെയിം എന്തായാലും ഈ ഒരു ഗ്രാഫിൽ വരത്തുള്ളൂ. അടുത്ത ഷെഡ്യൂളിൽ നോക്കാം. റീഡ് കൺസിഡർ ചെയ്യേണ്ട, റീഡും റൈറ്റും, വിച്ച് മീൻസ് ഇവിടെ റീഡ് ചെയ്തതിനെ ഇങ്ങോട്ട് റൈറ്റ് ചെയ്തു, വിച്ച് മീൻസ് T2ൽ നിന്നും T1ലോട്ട് നമുക്ക് ദാണ്ട ഈ ലിങ്കിന് നമുക്കൊരു ഗ്രാഫിൻ്റെ എഡ്ജ് വരയ്ക്കാം വിത്ത് എക്സ്. അടുത്ത് നോക്കി റീഡ് അതായത് ഇവിടെ ഒരു റൈറ്റ് എക്സ് വന്നാണ്ടോ, ഈ റൈറ്റ് എക്സ് ഇപ്പോൾ ഇവിടെ അടുത്ത റീഡ് വയ്യ, പക്ഷേ അതിന് മുമ്പ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടോ റീഡ് ചെയ്തിട്ടോ ഒന്നുമില്ല, അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട. അടുത്തത് ഇവിടെ വരുന്ന റൈറ്റ് എക്സ്, ഇവിടെ ഓൾറെഡി റൈറ്റ് ചെയ്തതിനെ ഇവിടെ റൈറ്റ് ചെയ്ത് T1ൽ റൈറ്റ് ചെയ്തതിനെ T2ൽ വീണ്ടും റൈറ്റ് ചെയ്യുന്നു. അപ്പം ദാണ്ട ഇങ്ങനൊരു ലിങ്ക് കണ്ടോ. അപ്പോൾ എഡ്ജ് വിൽ get an edge from T1 to T2, that is T1 to T2 with common x.
ഇവിടെ നമ്മൾ സൈക്കിൾ ഫോം ചെയ്തിരിക്കുന്നുണ്ട് തന്ന ഷെഡ്യൂളിൽ നോട്ട് സീരിയലൈസബിൾ വിച്ച് ഇസ് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അടുത്ത ഷെഡ്യൂളിൽ നോക്കാം, റൈറ്റും റീഡും. സോ റൈറ്റ് എന്ന് റീഡ് വന്നു, റൈറ്റ് ചെയ്തിട്ട് റീഡ് ചെയ്യും. സോ വി ഗെറ്റ് എൻ എഡ്ജ് ഫ്രം T1 to T2. ഇവിടെ വീണ്ടും റൈറ്റ് ഉണ്ട്, അത് റൈറ്റും T1 to T2 ഈ എഡ്ജ് തന്നെ, വേറെ എവിടെ ഇനി കോമൺ ആയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഇവിടെ ഈ 1 2 3 4 ഗ്രാഫ് വരച്ചതിൽ ആകെ ഈ ഷെഡ്യൂളിനകത്ത് മാത്രമാണ് സൈക്കിൾ വന്നത്. ബാക്കി സൈക്കിൾ വന്നു കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല, അല്ലെങ്കിൽ ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേറെ വലിയൊരു എക്സാമ്പിൾ എടുക്കാം, വലിയൊരു എക്സാമ്പിളാണേ. അപ്പം സീരിയലൈസബിൾ ടെസ്റ്റിംഗ് എക്സാമ്പിൾ, ഒരു 3 ട്രാൻസാക്ഷൻ ഉണ്ട്. സോ 3 ട്രാൻസാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും 3 നോട്ട്സ് വരും. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷന് വരുന്ന നമുക്ക് ഗ്രാഫ് വരച്ചുകൊണ്ടേ ഇരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിനകത്ത് ഏതെങ്കിലും നമ്മൾ ഈ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആക്ച്വലി സൈക്കിൾ ഉണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെന്ന് പറയുന്നത്. സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ്. സൈക്കിൾ ഉണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി എന്ന മീനിങ്, അങ്ങനെയാണെങ്കിൽ അത് സീരിയലൈസബിൾ അല്ല. അപ്പോൾ ഇൻ കേസ് സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ സീരിയൽ ഷെഡ്യൂളിംഗ് ആണ് അതിനകത്ത് ഈ പറ്റുന്നത് എന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടെ 3 കേസ് ഉണ്ടെങ്കിൽ T1 കഴിഞ്ഞ് T2 കഴിഞ്ഞ് T3 ആണോ, T3 കഴിഞ്ഞ് T2 കഴിഞ്ഞ് T1 ആണോ, അതോ T2 കഴിഞ്ഞ് T1 അങ്ങനെ പല ഓപ്ഷനിലും നമുക്ക് സീരിയൽ ഷെഡ്യൂളിംഗ് നടത്താമല്ലോ. അപ്പം ഇതിൽ ഏത് ഓപ്ഷനൊക്കെയാണ് പറ്റുന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് തന്ന ഷെഡ്യൂളിന് ഇങ്ങനെ ആദ്യമേ പ്രിസിഡൻസ് ഗ്രാഫ് വരച്ച് നോക്കുക, സൈക്കിൾ ഉണ്ടോ എന്ന് നോക്കുക. സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സീരിയൽ ഷെഡ്യൂളിംഗ്, ഈക്വലൻ സീരിയൽ ഷെഡ്യൂൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യമേ 3 നോട്ട്സ് വരച്ചു, T1 T2 and T3. അപ്പോൾ അവിടെ ആദ്യമേ റീഡ് സെഡ്, റീഡ് വൈ, റൈറ്റ് വൈ ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അടുത്ത് വരുന്ന സെൻറ്റൻസസ് റീഡ് വൈ. സോ അപ്പോൾ ഇവിടെ റൈറ്റ് ചെയ്ത് തന്നെയാണ് ഇങ്ങോട്ട് റീഡ് ചെയ്തേക്കുന്നത്. സോ അവിടെ ഒരു നോഡ് വരും ബിറ്റ്വീൻ T2 and T3, ദാറ്റ് ഇസ് T2 നിന്ന് T3 ഒരു നോഡ് വന്നു, അവിടെ ഷെയർ ചെയ്ത ഡേറ്റ ഐറ്റം ഇസ് വൈ. അടുത്തത് റീഡ് സെഡ് ആണ്. അപ്പോൾ ഇവിടെ അതിനു മുമ്പ് എവിടെയും റൈറ്റ് ചെയ്തിട്ടില്ല, സോ അതുകൊണ്ട് അവിടെ ഇത് വരത്തില്ല. ദെൻ അടുത്ത സ്റ്റെപ്പ് ഇവിടെയാണ് വരുന്നത്, റീഡ് എക്സ്. എവിടെയെങ്കിലും അതിനു മുമ്പ് റൈറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കി, ഇല്ല. ദെൻ പക്ഷേ ഇവിടെ റൈറ്റ് എക്സ് വന്നിട്ടുണ്ട്, അതിന് മുമ്പ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് റൈറ്റ് വൈ ആണ്. ഇവിടെ റൈറ്റ് വൈനെ ദാണ്ട് ഇവിടെ ഉണ്ട്, ഓൾറെഡി റൈറ്റ് ചെയ്ത് തന്നെ വീണ്ടും നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം ഡേറ്റ ഐറ്റം. അപ്പോൾ ബിറ്റ്വീൻ T2 and T3 കണ്ടോ. പക്ഷേ അത് ഓൾറെഡി നമ്മൾ T2 and T2, അപ്പോൾ T2 T3 വീണ്ടും ഒരു നോഡ് വരുവാണ്, ആൻഡ് അത് സെയിം വൈ തന്നെ. അപ്പോൾ നമ്മളത് ബോദർ ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി എഴുതിയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത വരുന്ന പോയിന്റ് ഇസ് റൈറ്റ് ഈസ് സെറ്റ്. എവിടെ വന്ന് നോക്കിയതാണ്ട് ഇവിടെ റീഡ് ചെയ്തതിനെ നമ്മളിവിടെ റൈറ്റ് ചെയ്തേക്കുക, കണ്ടോ ഇവിടെ റീഡ് ചെയ്തതിന്. അപ്പോൾ ബിറ്റ്വീൻ T2 and T3, ദാറ്റ് ഇസ് എഗെയിൻ T2 and T3 വീണ്ടും അതേ സെയിം നോഡ് തന്നെ, പക്ഷേ ഡേറ്റ ഐറ്റം ഷെയർ ചെയ്യുന്നത് ബിക്കംസ് ഇസെറ്റ്. മനസ്സിലായോ പറഞ്ഞേ? അടുത്ത സ്റ്റെപ്പിൽ വരുന്നത് റീഡ് എക്സ്. അപ്പോൾ റീഡ് എക്സിന് ഇതിനു മുമ്പ് എന്തെങ്കിലും റൈറ്റോ വന്നിട്ടുണ്ടോ നോക്കി, ഇതാണ്ട് ഇവിടെ ഉണ്ട്, റൈറ്റ് നിന്ന് ഇവിടെ റൈറ്റ് ചെയ്തതിന് ഇവിടെ റീഡ് ചെയ്തു. സോ വി ഗെറ്റ് നോഡ് ബിറ്റ്വീൻ T1 and T2. T1ഉം T2ഉം തമ്മിൽ നോഡ് ക്രിയേറ്റ് ആവുന്നു, ആൻഡ് കോമൺ ഡേറ്റ ഐറ്റം ഇസ് എക്സ്. അടുത്ത സ്റ്റെപ്പ് റീഡ് വൈ. അപ്പോൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും റൈറ്റ് വൈ ഉണ്ടോ നോക്കി, ഇതാണ്ട് ഇവിടെയും റൈറ്റ് വൈ ഉണ്ട്, ഇവിടെയും റൈറ്റ് വൈ ഉണ്ട്, കണ്ടോ. സോ ദാറ്റ് ഈസ് ഈ റീഡ് വൈ വന്നേക്കുന്നത് ഈ റൈറ്റ്, ദാറ്റ് ഈസ് T2ൽ നിന്നും T1 വൈക്കൊരു നോഡ് വരും, T2ൽ നിന്നും T1 വൈക്ക്, കണ്ടോ. എഗെയിൻ T3 റൈറ്റ് ചെയ്തതിന് എഗെയിൻ തന്നെയാണ് ഇവിടെയും റീഡ് ചെയ്തേക്കുന്നത്. അത് ഒന്നീ ഇവിടെ റീഡോ റൈറ്റോ 2 ഓപ്ഷനും കൊടുക്കാം. സോ ദാറ്റ് ഈസ് T3യിൽ നിന്നും T1ൽ നിന്നും T1 നമുക്ക് വീണ്ടും ഓപ്ഷൻ കൊടുക്കാം, ദാറ്റ് ഈസ് വൈ. ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, അതായത് ഇവിടെ ഞാൻ റീഡിന് മാത്രം ഇവിടെ റൈറ്റ് ചെയ്യുന്ന ഇവിടെ റീഡ് ചെയ്തു എന്നും പറഞ്ഞു, അതുപോലെ ഇവിടെയും റൈറ്റ് ചെയ്തപ്പോൾ ഇവിടെ റീഡ് ചെയ്തു. അപ്പോൾ എന്തുപോലെ എൻ്റെ അർത്ഥം T2ൽ നിന്നും T1 ഒരു നോഡുണ്ട്, മീൻസ് എഡ്ജ് ഉണ്ട്, T3യിൽ നിന്നും T1 എഡ്ജ് ഉണ്ട്. രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്നത് വൈ ആണ്. നോക്കി, T2ൽ നിന്നും T1 ഒരു എഡ്ജ് ഉണ്ട് വൈ, അതുപോലെ T3യിൽ നിന്നും T1 എഡ്ജ് ഉണ്ട് വൈ. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് റൈറ്റ് വൈ. അതും നേരത്തെ എവിടെയെങ്കിലും റൈറ്റ് ഓപ്ഷൻ നടത്തിയിട്ടുണ്ടോ നോക്കുക. രണ്ടും T2ൽ നിന്നും T1 T3യിൽ നിന്നും T1 ആണ്. അപ്പോൾ രണ്ടും നമ്മൾ എഴുതിയിട്ടുണ്ട്, അവിടെയും വൈ തന്നെയാണ്, ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് റൈറ്റ് എക്സ്. അതിവിടെ റൈറ്റ് എക്സ് നടന്നിട്ട് ഇവിടെ റൈറ്റ് എക്സ് ആണ്, ദാറ്റ് ഇസ് T1 to T2 ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം, പിന്നെ അതൊന്നും ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിസിഡൻസ് ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഇതിനകത്ത് സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ടോ നോക്കി,
T1 നിന്ന് T2, T2 നിന്ന് T3 ആണ്ട് അവിടെ സൈക്കിൾ ഫോം ചെയ്തു, അല്ലെങ്കിൽ T1 to T2, T2 കണ്ടോ. അപ്പോൾ ഒരു സൈക്കിൾ ഫോം ചെയ്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല. ഓക്കെ, ഇനി അടുത്ത ഷെഡ്യൂളിൽ നോക്കാം. 3 ട്രാൻസാക്ഷൻസ്, 3 നോഡ്. ഇനി നോക്കാം. ആദ്യത്തെ റീഡ് ബൈ റീഡ് സെറ്റ് ബോദർ ചെയ്യേണ്ട. അടുത്ത സ്റ്റെപ്പ് റീഡ് എക്സ് റൈറ്റ് എക്സ്. ഇവിടെ റൈറ്റ് എക്സ് അവിടെയും ബോദർ ചെയ്യണം, നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല എക്സിൻ്റെ കാര്യം. അടുത്ത സ്റ്റെപ്പ് റൈറ്റ് വൈ റൈറ്റ് സെറ്റ് അവിടെയും ബോദർ ചെയ്യേണ്ട, കാരണം വേറെ അതിന് മുമ്പത്തെ വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷനിൽ സെറ്റ് പറഞ്ഞിട്ടില്ല. ദെൻ ഇവിടെ ഒരു റീഡ് സെറ്റ് വന്നു. ഇവിടുത്തെ റീഡ് സെറ്റ് വെച്ചാൽ ഇവിടെ റൈറ്റ് ചെയ്തതിന് ആദ്യമായിട്ട് ഇവിടെ റീഡ് ചെയ്തു. സോ T3 നിന്ന് T2 ഒരു T3 നിന്നും T2 ഒരു നോഡ് വിത്ത് ഈ സെറ്റ്. അഗെയിൻ അടുത്തത് റീഡ് ബൈ. എവിടെയെങ്കിലും റൈറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിയേ. യെസ്, ഇവിടെ നിന്ന് റൈറ്റ് ചെയ്തതിന് ഇങ്ങോട്ട് റീഡ് ചെയ്തു, വിച്ച് മീൻസ് T3 നിന്നും T1 നമുക്കൊരു നോഡ് വരുന്നു. T3 നിന്നും T1 നമുക്ക് നോഡ് വരുന്നുണ്ട് വിത്ത് കോമൺ ഡേറ്റ ഐറ്റം ഇസ് വൈ. അഗെയിൻ അടുത്ത സ്റ്റെപ്പ് ഇസ് റൈറ്റ് വൈ. അപ്പോൾ ഇവിടെയും റൈറ്റ് വൈ. അപ്പം എന്തായാലും T3 നിന്ന് T1 അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, T3 നിന്നും T1 വൈ. അപ്പോൾ ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല, ഓൾറെഡി ഒരു നോഡ് വന്നു കഴിഞ്ഞു. ദെൻ അടുത്ത സ്റ്റെപ്പ് റീഡ് വൈ. ഇവിടുന്ന് റൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ റീഡ് വന്നേക്കുന്നത്. അതുപോലെ ഇവിടുന്ന് റൈറ്റ് ചെയ്തിട്ടും ഇവിടെ റീഡ് വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് T1 നിന്നും T2 T3 നിന്നും T2 T1 നിന്നും T2 വൈ, T3 നിന്നും T2 വൈ. ഓക്കെ, വീണ്ടും ഇവിടെ റൈറ്റ് വൈ വന്നേക്കുന്നുണ്ടോ. വേറെ ഏതാ ഇവിടുന്ന് T3 T2 വൈ, അത് ഓൾറെഡി വന്ന. അടുത്തത് എക്സ് പറഞ്ഞു, ദെൻ ഇസഡ് എല്ലാം പറഞ്ഞു. ഇപ്പോൾ റൈറ്റ് എക്സ് ആണെങ്കിലും വേറെ എവിടെയെങ്കിലും റൈറ്റ് എക്സ് ഉണ്ടോ നോക്കി കൊണ്ടുതാണ്ടേ. അതെല്ലാം T1 നിന്ന് T2 ഇതൊക്കെ ഓൾറെഡി നമ്മൾ വരച്ചതാണ്. T1 നിന്ന് T2 വരച്ചെന്ന് പറഞ്ഞാലും ആ എഡ്ജിൽ ആ കോമൺ ഡേറ്റ ആയിട്ട് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. എക്സിൻ്റെ കേസിലേ പറഞ്ഞത്, അതുകൊണ്ട് അപ്പം എക്സ് വൈ 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 ഇസഡ് വൈ. പിന്നെ അതിന് സൈക്കിൾ ഫോം ചെയ്യുന്നു നോക്കിയേ. T1 നിന്ന് T2 പോയി, പക്ഷേ T2 സൈക്കിളില്ല. ഓക്കെ, ദെൻ T3 നിന്ന് T1 നിന്ന് T2, പക്ഷേ അപ്പോൾ ഇവിടെ സൈക്കിളില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ തന്നിരിക്കുന്ന ഷെഡ്യൂൾ ഒരു കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂളിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഏതെങ്കിലും ഒരു സീരിയൽ ഷെഡ്യൂളിലോട്ട് ഇക്വലൻ്റ് ആക്കാൻ പറ്റും. അതേതാണ് ആ സീരിയൽ ഷെഡ്യൂളിംഗ് ആയിട്ട് പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഇക്വലൻ്റ് സീരിയൽ ഷെഡ്യൂൾസ് ഇതാണ്ടേ, അതായത് എവിടെ നിന്നാണ് മാക്സിമം ബ്രാഞ്ച് തുടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ T3 നിന്ന് 2 പോയേക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം പറയേണ്ട ഷെഡ്യൂളിങ്ങിൻ്റെ എണ്ണം T3 ആണ് ആദ്യം എഴുതേണ്ട. ഇക്വലൻ്റ് സീരിയൽ ഷെഡ്യൂളിങ്ങിൽ ആദ്യം നടക്കേണ്ടത് T3 ട്രാൻസാക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി, അത് കഴിഞ്ഞിട്ട് വരേണ്ടത് T1. അപ്പോൾ ഒന്നീ T1 പോവാം, T2 പോവാം. പക്ഷേ ഇതിൽ ഏത് വേണം ആദ്യം എടുക്കുന്നത് നോക്കി അതെങ്ങനെ മനസ്സിലാവും. T3 നിന്നും നമുക്ക് T1 പോവാം, T1 നിന്നും T2 പോകണം. അപ്പം നമ്മൾ പറയേണ്ടത് T3 കഴിഞ്ഞ് T1, അത് കഴിഞ്ഞ് T2 എന്ന് എഴുതണം. തിരിച്ച് എഴുതാൻ പറ്റില്ല, കാരണം T3 T2 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മളൊരു എഡ്ജ് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് T3 കഴിഞ്ഞ് T2 കഴിഞ്ഞ് T1 എന്നല്ല വരേണ്ടത്. ആദ്യമേ T3 ട്രാൻസാക്ഷൻ നമ്മൾ മൊത്തം എഴുതുക, അതിനുശേഷം T1 ട്രാൻസാക്ഷൻ മൊത്തം എഴുതുക, അതിനുശേഷം T2 എഴുതണം. അങ്ങനെ ഒരു സീരിയൽ ഷെഡ്യൂളിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഇക്വലൻ്റാണ് ഈ ഷെഡ്യൂളിംഗ്. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ നമുക്കിത് ഇങ്ങനൊരു പ്രസിഡൻസ് ഗ്രാഫ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് സൈക്കിളിലല്ലോ ഇല്ല എങ്കിൽ ഇതിൻ്റെ ഇക്വലൻസ് സീരീസ് ഷെഡ്യൂളിംഗ് നമ്മൾ എങ്ങനെ എഴുതും? ഞാനിതാ പറഞ്ഞാൽ എവിടെ നിന്നാണ് രണ്ടിടത്തോട്ട് നോഡ് പോയേക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ T3 നിന്നുമാണ് T1 T2 പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇപ്പോൾ T3 T1 T2 ആണോ, T3 T2 T1 ആണോ? ഇവർ തമ്മിൽ ഗ്രാഫേ ഇവർ തമ്മിൽ നോഡ് പോലും ഇല്ല, മീൻസ് എഡ്ജ് പോലും ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും? രണ്ടും പറയാം. അതായത് T3 നിന്ന് T1 കഴിഞ്ഞ് T2 ആവാം, ഇല്ലെങ്കിൽ T3 നിന്നും T2 കഴിഞ്ഞും T1 ആവാം. പക്ഷേ ഇവിടെ നമ്മൾ പറയാഞ്ഞത് ഇവർ തമ്മിലൊരു നോഡല്ല, ഇവർ തമ്മിലാണ് റിലേഷൻ പോയേക്കുന്നത്. അതുകൊണ്ടാണ് T3 കഴിഞ്ഞ് T1 കഴിഞ്ഞ് T2 എന്ന് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, അതുകൂടെ ചേർത്ത് ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, December 2018 ചോദിച്ചത് ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് ഇഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾസ് ആർ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ യൂസിങ് പ്രിസിഡൻസ് ഗ്രാഫ്. ഇഫ് സോ ഗിവ് ദ ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂൾ. ഇത്ര മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇതും കൂടെ ഉണ്ട്. R3X, R2X, W3X, R1X, W. ഇതൊക്കെ ഞാൻ വരച്ചെടുത്തതാണ്. ആകെ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? R3 ഉണ്ട്, R2 ഉണ്ട്, R1 ഉണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് 3 ട്രാൻസാക്ഷൻ ഉണ്ടെന്നാണ്. അതിൽ നിന്ന് ഞാൻ വരച്ചെടുത്തതാണ് ഈ ഷെഡ്യൂളിംഗ്. T1, T2, T3 ഉണ്ടെന്ന്. ആദ്യം നടക്കേണ്ട എവിടെ? തേർഡ് ഷെഡ്യൂളിങ്ങിൽ റീഡ്. സോ റീഡ് ഓഫ് എക്സ്. ദെൻ സെക്കൻഡ് ഷെഡ്യൂളിൽ റീഡ് ഓഫ് എക്സ്. ദെൻ തേർഡ് ഷെഡ്യൂളിൽ റൈറ്റ് ഓഫ് എക്സ്.
then first scheduler read of x, then first scheduler write of x. കണ്ടോ, ഇത് ഈ തന്ന ഓർഡറിനെ ഞാൻ ഒരു ഷെഡ്യൂളിംഗ് ആക്കി എഴുതി. ഇനി ഇതിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് പ്രിസിഡൻസ് ഗ്രാഫ് നോക്കാം. സോ 3 എണ്ണം ഉണ്ട്, 3 നോഡ്. ഇവിടെ ബോദർ ചെയ്യേണ്ട, ഇവിടെ റൈറ്റ് എങ്ങനെ, ഇവിടെ റീഡ് ചെയ്തതിന് റൈറ്റ് ചെയ്തു. സോ T2ൽ നിന്നും T3 വിത്ത് എക്സ്. അടുത്ത കേസ് ഇവിടെ റീഡ് എക്സ്, ഇവിടുന്ന് റൈറ്റ് ചെയ്യുന്നതാണ് ഇങ്ങോട്ട് റീഡ് ചെയ്തത്. സോ T3ൽ നിന്നും T1 എക്സ്. അഗൈൻ ഇവിടെ റൈറ്റ് ചെയ്തത് ഒന്നീ ഈ T2ൽ നിന്നും T1 T3ൽ നിന്നും T1 ഇത് ഓൾറെഡി നമുക്കുണ്ട്. ഇപ്പം വിച്ച് മീൻസ് T2ൽ നിന്നും T3 നമുക്ക് നോഡ് വരയ്ക്കാം. T2ൽ നിന്നും T1. സോ T2ൽ നിന്നും T1 വിത്ത് എക്സും, അതുപോലെ വേണമെങ്കിൽ T3ൽ നിന്നും T1 എക്സ്, T3ൽ നിന്നും T1. അത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്നുകൂടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിസിഡൻസ് ഗ്രാഫ് വരച്ചു. ഇനി അത് സൈക്കിൾ ഫോം ചെയ്തു നോക്കി. T3 T1 ഇല്ല. സോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല. ശരി, അതുകൊണ്ട് ഇവിടെ T2 നിന്ന് T3 നിന്ന് T1 ഇത് പറ്റില്ല. ഓക്കെ, then T2 നിന്ന് T1 ഇല്ല, ഒന്നും. അപ്പോൾ ഒരു സൈക്കിളും ഇല്ല. വിച്ച് മീൻസ് this is the given schedule is a first question answer ആയി. Whether the check if the following schedules are conflict serializable using precedence graph. Yes, since there is no cycle, we can say that the given schedule is a conflict serializable schedule. Then അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂളിംഗ് പറയണം. ഞാൻ പറഞ്ഞില്ല എങ്ങനെയാണ് ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂൾ നോക്കുന്നത്. ഏത് നോഡിൽ നിന്നുമാണ് 2 നോഡിലോട്ടും ലിങ്ക് പോയേക്കുന്നത് നോക്കാം. ഇവിടെ T3 എന്നാണോ? അല്ലല്ലോ, T2ൽ നിന്നുമാണ് 2 പോയേക്കുന്നത്. കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ആദ്യം പറയേണ്ടത് T2 ആണെന്ന് അർത്ഥം. സോ T2ൽ നിന്നും T1ൽ നിന്നും T3 ആണോ? T2 T3 T1 ആണോ? അപ്പോൾ നമുക്ക് രണ്ടും എഴുതി നോക്കാം. T2ൽ നിന്നും T3 കഴിഞ്ഞ് T1ഉം, T2 കഴിഞ്ഞ് T1 കഴിഞ്ഞ് T3. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് T1 നിന്ന് T3 ലിങ്ക്, T3 നിന്ന് T1 ലിങ്ക്. അപ്പോൾ നമ്മൾക്ക് ഈ തന്ന 2 ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂളിങ്ങിൽ ഇത് മാത്രമേ പറയാൻ പറ്റൂ. വിച്ച് മീൻസ് T2 കഴിഞ്ഞ് ആദ്യം T3 പറയുക, അതിനുശേഷം T1. മനസ്സിലായോ? അപ്പം ഈ ഒരു സീരിയൽ ഷെഡ്യൂളിംഗ് മാത്രമേ നമുക്ക് ആൻസറിംഗ് ആയിട്ട് പറയാൻ പറ്റൂ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടെസ്റ്റിംഗ് കോൺഫ്ലിക്റ്റബിലിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രെസിഡൻസ് ഗ്രാഫിന് 4 കണ്ടീഷനും ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴൊക്കെയാണ് എഡ്ജ് വരുന്നതെന്നും സൈക്കിൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണെന്ന് ആദ്യം പറയുക. ദെൻ തന്ന ക്വസ്റ്റ്യനെ വെച്ചിട്ട് നമ്മൾ ഷെഡ്യൂളിംഗ് ക്രിയേറ്റ് ചെയ്യുക, പ്രെസിഡൻസ് ഗ്രാഫ് വരയ്ക്കുക. അത് സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഏതൊക്കെയാണ് ഇക്വലൻറ്റ് സീരിയൽ ഷെഡ്യൂളിംഗ് ആയിട്ട് വരാൻ പറ്റുന്നത് നോക്കുക. ഏത് നോഡിൽ നിന്നുമാണ് മാക്സിമം എല്ലാ നോഡിലോട്ടും പോകുന്നതെന്ന് നോക്കുക. അതായിരിക്കും ഫസ്റ്റ് ഷെഡ്യൂളിൽ സീരിയൽ ഷെഡ്യൂളിൽ ആദ്യം വേണ്ട ട്രാൻസാക്ഷൻ. ഇനി അതിനകത്തുനിന്ന് എവിടെലോട്ടൊക്കെയാണ് ലിങ്ക് നമുക്ക് വന്നേക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ സീരിയൽ ഷെഡ്യൂളിംഗ് പറയാം. ഓക്കെ.